തിരുവനന്തപുരം വഞ്ചിയൂരിൽ സീനിയർ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ബാർ അസോസിയേഷനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യുവ അഭിഭാഷക. കൂടെയുള്ളവർ തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് ശ്യാംലി ജസ്റ്റിൻ. കാര്യമറിയാതെ പോലും തനിക്കെതിരെ പല കഥകൾ മെനയുന്നുവെന്നും പരാതിക്കാരി. അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിലാണ് പരാതിക്കാരിയുടെ വിമർശനം. അതേസമയം പ്രതി ബേലിൻ ദാസിന്റെ ജാമ്യ ഹർജി മാറ്റിവെച്ചു. ഈ മാസം 19 തിങ്കളാഴ്ച ജാമ്യ ഹർജി പരിഗണിക്കും. ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു കാര്യം കേട്ട് എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി. എന്തൊക്കെ സ്റ്റോറി പറയുന്നോ എന്തോ ആയിക്കോട്ടെ, അതും ഞാൻ പറയുക, ഡിഫൻസ് എന്ത് വേണോ എടുക്കും, അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ എവിഡൻസ് എൻ്റെ മുഖത്തുണ്ട്. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച കേസിൽ ബാർ അസോസിയേഷനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പരാതിക്കാരി ശ്യാമിലി ജസ്റ്റിൻ ഉന്നയിക്കുന്നത്. തനിക്കെതിരെ സഹപ്രവർത്തകർ തന്നെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നു എന്നാണ് ആക്ഷേപം. തന്റെ സഹപ്രവർത്തകർ തന്റെ ഒപ്പമില്ലെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് പരാതിക്കാരിയുടെ ആരോപണം. ബാർ അസോസിയേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ശ്യാമിലിയുടെ ആരോപണം. എന്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്കെതിരായിട്ടോ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്കെതിരെ നടക്കുന്നത്, ഇത് എൻ്റെ കേസിനെ ഏത് വിധത്തിൽ ബാധിച്ചു എന്ന് പറഞ്ഞാലും, പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല, കേരള ജനതയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം അവരറിയട്ടെ. അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ്. അതിലിനിയിപ്പോ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്കെതിരെ കേസ് എടുക്കുകയോ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ, എനിക്കെതിരെ കേസെടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. ഇരയായ തനിക്കെതിരെ പലതരത്തിലുള്ള കഥകളാണ് അഭിഭാഷക സമൂഹത്തിനിടയിൽ പ്രചരിക്കുന്നതെന്നും തെളിവുകൾ തന്റെ മുഖത്തു തന്നെ വ്യക്തമാണെന്നും അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. അതേസമയം കേസിൽ പ്രതി ബേലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിന്മേൽ വിധി തിങ്കളാഴ്ച പറയും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. സ്ത്രീത്വത്തെ അഭിമാനിച്ച കേസ് ഗൗരവമുള്ളതാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പരാതിക്കാരിക്ക് തൊഴിലിടത്തിലുണ്ടായ ആക്രമണം അഭിമാനത്തിലേറ്റ കളങ്കമാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കേസ് മാറ്റിവെക്കുകയായിരുന്നു. വരുന്ന 19 തീയതി തിങ്കളാഴ്ച ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയും. ഇക്കഴിഞ്ഞ 13 തീയതിയാണ് യുവ അഭിഭാഷക സീനിയർ അഭിഭാഷകനിൽ നിന്നും ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങിയത്. ജനം, തിരുവനന്തപുരം.